ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സുസ്ഥിരതയും ദീർഘവീക്ഷണവും രാജ്യത്തെ അടിസ്ഥാന സൌകര്യ മേഖലയിലെ പുതുതലമുറ വികസനത്തിന് കരുത്തു പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്സിയം 4 ബഹിരാകാശ ദൌത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ തീപിടുത്തമുണ്ടായ കപ്പലിലെ രക്ഷാപ്രവർത്തനം തുടരുന്നതായി തീരസംരക്ഷണ സേന. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവം. അടുത്ത 6 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. പുതുതായി 59 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും. 2026 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾക്ക് യോഗ്യത നേടി ബ്രസീലും ഇക്വഡോറും. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് അടിസ്ഥാന സൌകര്യ മേഖലയിലെ പുതുതലമുറ വികസനത്തിൽ സുസ്ഥിരതയും ദീർഘവീക്ഷണവും കരുത്തു പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാശ്രയ ഇന്ത്യയ്ക്ക് അടിത്തറ പാകുന്ന 11ാം വർഷത്തെ അടിസ്ഥാന സൌകര്യ വികസന വിപ്ലവമാണിതെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. റെയിൽവേ മുതൽ ഹൈവേകൾ വരെയും തുറമുഖങ്ങൾ വരെ വിമാനത്താവളങ്ങൾ വരെയും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ ശൃംഖല ജീവിത സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ളവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ആക്സിയം 4ന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9ന്റെ 7 സെക്കൻഡ് നീണ്ട പരീക്ഷണത്തിനിടെ ദ്രവീകൃത ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വിക്ഷേപണം മാറ്റിയതെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. ISRO, ആക്സിയം, സ്പേസ് എക്സ് വിദഗ്ധരുടെ വിലയിരുത്തലിന് ശേഷമാണ് തീരുമാനമെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. കേരളത്തിലെ അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ തീപിടുത്തമുണ്ടായ കപ്പലിലെ രക്ഷാപ്രവർത്തനം തുടരുന്നതായി തീരസംരക്ഷണ സേന അറിയിച്ചു. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന 22 പേരിൽ കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നിലവിൽ കപ്പലിന്റെ മധ്യഭാഗത്ത് തീ നിയന്ത്രണ വിധേയമാണെങ്കിലും മുൻവശത്ത് തീ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ തീയണക്കാനും ഒരു കപ്പൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയും ചെയ്യുന്നു. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ പതാകയുള്ള MV വാൻഹായ് 503 എന്ന ചരക്ക് കപ്പൽ ബേപ്പൂർ തുറമുഖത്തിന് ഏകദേശം 76 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് അറബിക്കടലിലാണ് അപകടം സംഭവിച്ചത്. ബേപ്പൂർ തീരത്ത് നിന്ന് മാറി തീപിടിച്ച കപ്പലിൽ നിന്നും കടലിലോ കടൽ തീരത്തോ എണ്ണ ചോർച്ചയ്ക്കും തുറന്നുള്ള മലിനീകരണ സാധ്യതയും കണക്കിലെടുത്ത് ജില്ലാതല പൊല്യൂഷൻ റെസ്പോൺസ് PR ടീം ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും എടുക്കണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ യോഗ പരിശീലന ക്യാമ്പുകൾ തുടങ്ങി. ഈ മാസം 21 സംസ്ഥാനത്തെ അങ്കണവാടി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി യോഗാ ദിനം വിപുലമായി ആചരിക്കും. ഭൂമിക്കും ഏകാരോഗ്യത്തിനുമായി യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനാചരണ പ്രമേയം. 1 ലക്ഷം സ്ഥലങ്ങളിൽ യോഗാ സംഗമം സംഘടിപ്പിക്കാനാണ് ആയുഷ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 6 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് നാളെ മുതൽ ഈ മാസം 14 വരെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തീർത്ഥാടകർക്കായി KSRTCയുടെ ബജറ്റ് ടൂറിസം സെൽ 100 ട്രിപ്പുകൾ സജ്ജമാക്കി. ഇന്ന് തീർത്ഥാടകർ വൈക്കം ഡിപ്പോയിൽ നിന്നും കൊട്ടിയൂരിൽ എത്തിച്ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് KSRTC ട്രിപ്പുകൾ സജ്ജമാക്കിയതായി കണ്ണൂർ DTO V മനോജ് കുമാർ അറിയിച്ചു. കണ്ണൂർ യൂണിറ്റിൽ നിന്നും കൊട്ടിയൂരിലേക്ക് സ്പെഷ്യൽ തീർത്ഥാടക പാക്കേജുകളും നടത്തുന്നുണ്ട്. രാവിലെ 6:30 കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മാമാനിക്കുന്ന് മഹാദേവ ക്ഷേത്രം, മൃദംഗശൈലേശ്വരി ക്ഷേത്രം, പുരളിമല മുത്തപ്പ ക്ഷേത്രം, കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവ ദർശിച്ച് രാത്രി 8 മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് പാക്കേജ് തയ്യാറാക്കിയിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. ഇത്തവണ ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം പരമാവധി 1100-ൽ താഴെയാകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനായി പുതുതായി 59 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടങ്ങളിൽ വൈദ്യുതി, കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ശ്രീ വിനോദ് അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
സംസ്ഥാനത്തെ +1 രണ്ടാം ഘട്ട പ്രവേശനം ഇന്ന് അവസാനിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഇന്ന് വൈകിട്ട് 5 മണിവരെ അതത് സ്കൂളിൽ പ്രവേശനം നേടാം. സംസ്ഥാന പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണ തീയതി ഈ മാസം 16 വരെ ദീർഘിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഇന്ന് തുടക്കം. ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലാണ് പോരാട്ടം. ഈ മാസം 15 വരെയാണ് മത്സരം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 കളി ആരംഭിക്കും. 2026 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾക്ക് ബ്രസീലും ഇക്വഡോറും യോഗ്യത നേടി. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ പരാഗ്വയ്ക്കെതിരെ നിർണായക വിജയം നേടിയതോടെയാണ് ബ്രസീൽ യോഗ്യത ഉറപ്പിച്ചത്. അതേസമയം പെറുവിനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങിയതിനെ തുടർന്നാണ് ഇക്വഡോർ ലോകകപ്പ് യോഗ്യത നേടിയത്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ശനിയാഴ്ച വൈകിട്ട് 5 തുറക്കും. മിഥുനം 1 15 മുതൽ 19 വരെ പതിവ് ചടങ്ങുകളും പൂജകളും നടക്കും. 19 രാത്രി 10 നടയടയ്ക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യണം. പാലക്കാട് ജില്ലയിലെ മലയോര മേഖലയിലെ ജനങ്ങൾ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ഭീഷണിയിലാണ്. അട്ടപ്പാടി, മംഗലം ഡാം, നെല്ലിയാമ്പതി, കഞ്ചിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ ആനയും കടുവയും അടക്കം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ ഭീതിയിലാണ് നാട്ടുകാർ. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മംഗലം ഡാമിലെ നേർച്ചപ്പാറയിൽ വീടിനു സമീപം കൃഷിയിടത്തിൽ കടുവയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. കാൽപ്പാടുകൾ കണ്ട് വനം ഉദ്യോഗസ്ഥർ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കടുവയുടെ സഞ്ചാരപാത മനസ്സിലാക്കി കൂടുവയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് വനം വകുപ്പ്. കടപ്പാറ, നേർച്ചപ്പാറ ഭാഗത്തുള്ളവർ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം നെല്ലിയാമ്പതി ചുരം പാതയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതും പതിവായിരിക്കുകയാണ്. കഞ്ചിക്കോട്, പയറ്റുകാട് ഭാഗത്താണ് 18 കാട്ടാനകളുടെ കൂട്ടം വിഹരിക്കുന്നത്. അട്ടപ്പാടി, ജെല്ലിപ്പാറ, മേലെ കണ്ടിയൂരിലും കാട്ടാനകൾ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മൈക്രോ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. വരുന്ന ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. 20 കമ്പനികളിലായി 9,000 ഒഴിവുകളുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഓൺലൈൻ പോർട്ടലിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 60 മെഗാവാട്ടായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു. MM മണി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഉൽപ്പാദനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ശ്രീ MM മണി പറഞ്ഞു. യോഗത്തിൽ A രാജ MLA അധ്യക്ഷത വഹിച്ചു. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കുട്ടികൾ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. മകന്റെ 11ാം ക്ലാസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി തടവുകാരന് 7 ദിവസത്തെ അവധി അനുവദിച്ച് കേരള ഹൈക്കോടതി. പരോളിനായി ശ്രമിച്ചെങ്കിലും ഇത്തരമൊരു നടപടിക്ക് വ്യവസ്ഥയില്ലാത്തതിനാൽ കുട്ടിയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. SSLC പരീക്ഷയിൽ 6A+, 2A ഉൾപ്പെടെ നേടിയ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഉപരിപഠനത്തിന് പ്രവേശനം നേടുന്നതിന് പിതാവിന്റെ സഹായം തേടുന്ന മിടുക്കനായ കുട്ടിയുടെ അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ നീതിപീഠത്തിന് കണ്ണടയ്ക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ ഉന്നയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ഇവർക്കായുള്ള റെസിഡൻഷ്യൽ ഹോസ്റ്റലുകളിലെ അവസ്ഥ മോശമാണെന്നും സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നതായും അദ്ദേഹം കത്തിൽ പറഞ്ഞു. ബീഹാറിലെ അംബേദ്കർ ഹോസ്റ്റൽ സന്ദർശിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട് പരാതി ലഭിച്ചതെന്നും ശ്രീ രാഹുൽ ഗാന്ധി അറിയിച്ചു. സിവിൽ ഡിഫൻസ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 5040 സിവിൽ ഡിഫൻസ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു. സന്നദ്ധ പ്രവർത്തനത്തിന് താൽപര്യമുള്ളതും 18നും 50നും ഇടയിൽ പ്രായമുള്ളതുമായ ഏവർക്കും സിവിൽ ഡിഫൻസിൽ രജിസ്റ്റർ ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. സുസ്ഥിരതയും ദീർഘവീക്ഷണവും രാജ്യത്തെ അടിസ്ഥാന സൌകര്യ മേഖലയിലെ പുതുതലമുറ വികസനത്തിന് കരുത്തു പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്സിയം 4 ബഹിരാകാശ ദൌത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ തീപിടുത്തമുണ്ടായ കപ്പലിലെ രക്ഷാപ്രവർത്തനം തുടരുന്നതായി തീരസംരക്ഷണ സേന. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവം. അടുത്ത 6 ദിവസം വ്യാപക മഴ. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പുതുതായി 59 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും. 2026 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾക്ക് യോഗ്യത നേടി ബ്രസീലും ഇക്വഡോറും. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.